മാതാവായ റെനേറ ടാർഗറിയന്റെ സിംഹാസനത്തിനായുള്ള ന്യായമായ അവകാശവാദത്തിന് വടക്കൻ പ്രഭുക്കന്മാരുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന ഭാരിച്ച ദൗത്യവുമായി തന്റെ ഡ്രാഗണിന്റെ പുറത്തേറി അതിശൈത്യം നിറഞ്ഞ വടക്കൻ ദേശത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ജെയ്സ് വെലാരിയോണിന്റെ ഉള്ളിൽ വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ ആശങ്കകളും ഭയവും നിറഞ്ഞു നിന്നിരുന്നു. മഞ്ഞുമൂടിയ പർവ്വതങ്ങളും തണുത്തുറഞ്ഞ നദികളും കടന്ന് പുരാതനവും അതിവിശാലവുമായ വിന്റർഫെല്ലിന്റെ വലിയ കരിങ്കൽ കോട്ടയ്ക്ക് മുന്നിൽ അവൻ വന്നിറങ്ങുമ്പോൾ അവിടത്തെ മരവിപ്പിക്കുന്ന തണുപ്പ് അവന്റെ അസ്ഥികളിലേക്ക് ആഴത്തിൽ തുളച്ചുകയറുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് വളരെ ചെറുപ്പമാണെങ്കിലും തികഞ്ഞ ഗൗരവക്കാരനായ ലോർഡ് ക്രീഗൻ സ്റ്റാർക്കിനെ അവൻ ആദ്യമായി നേരിൽ കാണുന്നത്. ആഭ്യന്തരയുദ്ധത്തിൽ തന്റെ മാതാവിനെ സഹായിക്കാൻ സൈന്യത്തെ അയക്കണമെന്ന വലിയ പ്രതീക്ഷയോടെ ജെയ്സ് അഭ്യർത്ഥിച്ചപ്പോൾ ക്രേഗനിന്റെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. തെക്കൻ ദേശത്തെ സിംഹാസനപ്പോരുകളേക്കാൾ വടക്കൻ ജനതയ്ക്ക് നേരിടാനുള്ളത് അതിലും വലിയ അപകടങ്ങളാണെന്ന് ബോധ്യപ്പെടുത്താൻ ക്രേഗൻ അവനെയും കൂട്ടി ലോകത്തിന്റെ അതിർത്തിയായ ആ കൂറ്റൻ മഞ്ഞുമതിലിലേക്ക് യാത്ര തിരിച്ചു. കൊടുന്തണുപ്പിലൂടെയുള്ള ആ ദുഷ്കരമായ യാത്രയിലുടനീളം വടക്കിന്റെ അവകാശങ്ങളെക്കുറിച്ചും വലിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അടങ്ങാത്ത ശൈത്യത്തെക്കുറിച്ചും ക്രീഗൻ വാചാലനായി. നീണ്ട യാത്രയ്ക്കൊടുവിൽ മേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന 700 അടി ഉയരമുള്ള ആ ഭീമാകാരമായ മഞ്ഞുമതിലിന് താഴെയെത്തിയപ്പോൾ അതിന്റെ അതിവിശാലമായ വലിപ്പം കണ്ട് ജെയ്സിന്റെ ശ്വാസം ഒരു നിമിഷത്തേക്ക് പൂർണ്ണമായും നിലച്ചുപോയി. വലിയ മരപ്പലകകൾ കൊണ്ടും ഭാരമേറിയ ഇരുമ്പുചങ്ങലകൾ കൊണ്ടും നിർമ്മിച്ച ആ പഴയ ലിഫ്റ്റിൽ അവർ പതിയെ മുകളിലേക്ക് കയറുമ്പോൾ തണുത്ത കാറ്റ് അവരുടെ മുഖത്തടിച്ച് വലിയ ശബ്ദത്തിൽ ഇരമ്പുന്നുണ്ടായിരുന്നു. നൈറ്റ്സ് വാച്ചിന്റെ കറുത്ത കുപ്പായമണിഞ്ഞ കാവൽക്കാരുടെ കൈകളിലെ പന്തങ്ങളിൽ നിന്നുള്ള തീനാളങ്ങൾ കാറ്റിൽ വിറങ്ങലിച്ച് നൃത്തം വെക്കുന്നതിനിടയിൽ ലോർഡ് ക്രീഗൻ സ്റ്റാർക്കിനോട് തന്റെ മാതാവായ റെനേറ ടാർഗറിയന്റെ സിംഹാസനത്തിനായുള്ള അവകാശവാദത്തിന് പിന്തുണ നൽകണമെന്ന് ജെയ്സ് വളരെ വികാരഭരിതനായി വീണ്ടും പറഞ്ഞു. വടക്കിന്റെ അതിർത്തിക്കപ്പുറത്ത് പതിയിരിക്കുന്ന അജ്ഞാതമായ ഭീമൻ അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രേഗന്റെ കണ്ണുകളിൽ അഗാധമായ ഒരു ഇരുട്ട് നിറഞ്ഞിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി കുറ്റവാളികളെയും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടതിനുശേഷം ടോറൻ സ്റ്റാർക്കിന്റെ കാലം മുതൽ ശൈത്യകാലത്തിന്റെ തുടക്കത്തിൽ ഓരോ 10 ആരോഗ്യവാന്മാരായ പുരുഷന്മാരിൽ ഒരാളെയും നൈറ്റ്സ് വാച്ചിലേക്ക് അയക്കുന്ന അലംഘനീയമായ പാരമ്പര്യത്തെക്കുറിച്ച് അവൻ വളരെ സാവധാനത്തിൽ പറഞ്ഞു. തന്റെ ഡ്രാഗനെ ഉപയോഗിച്ച് ഒരു ചെറിയ ഭീഷണി പോലും മുഴക്കാതെ വളരെ നയതന്ത്രപരമായി മാത്രം കാര്യങ്ങൾ അവതരിപ്പിച്ച ജെയ്സിന്റെ പക്വതയാർന്ന സമീപനം ഇഷ്ടപ്പെട്ടുവെങ്കിലും വടക്കും തെക്കുമായി വിഭജിക്കപ്പെട്ട തന്റെ ശ്രദ്ധയെക്കുറിച്ച് അവൻ പറഞ്ഞു. അസ്ഥികളെപ്പോലും മരവിപ്പിക്കുന്ന വടക്കൻ കാറ്റിന്റെ രൗദ്രമായ ഇരമ്പൽ മാത്രം കേൾക്കുന്ന 700 അടി ഉയരമുള്ള ആ കൂറ്റൻ മഞ്ഞുമതിലിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ജെയ്സ് വെലാരിയോണിന്റെ ഓരോ ശ്വാസവും വെളുത്ത പുകയായി വായുവിൽ അലിഞ്ഞുചേർന്നു. അതിശൈത്യം കൊണ്ടുവരുന്ന വന്യമായ ആക്രമണങ്ങളെ നേരിടാൻ തന്റെ പടയാളികളെ തെക്കോട്ടയക്കാൻ താൻ മടിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. പഴയകാലത്ത് ജെഹറിസ് ടാർഗറിയന്റെയും അദ്ദേഹത്തിന്റെ സഹോദരിയും ഭാര്യയുമായ അലിസാനിന്റെയും കൂറ്റൻ ഡ്രാഗൺകൾ പോലും ഈ വലിയ മഞ്ഞുമതിൽ കടക്കാൻ സഹജമായ ഭയം പ്രകടിപ്പിച്ചിരുന്നു എന്ന പഴയ കഥകൾ കാറ്റിന്റെ മൂളലിനൊപ്പം ക്രീഗൻ ഓർത്തെടുത്തു പറഞ്ഞു. ഈ കൂറ്റൻ മഞ്ഞുമതിൽ നിർമ്മിക്കപ്പെട്ടത് വെറും കാട്ടാളന്മാരെ തടയാൻ മാത്രമല്ല, മറിച്ച് മരണത്തെ തന്നെ തടഞ്ഞു നിർത്താനാണ് എന്ന് അവൻ പറഞ്ഞു. എങ്കിലും വിസരീസ് ടാർഗറിയന്റെ യഥാർത്ഥ അവകാശി റെനേറ ടാർഗറിയനാണെന്ന് തന്റെ പിതാവ് ചെയ്ത സത്യം സ്റ്റാർക്കുകൾ ഒരിക്കലും ലംഘിക്കില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. യുവസൈനികരെ അയക്കാൻ കഴിയില്ലെങ്കിലും യുദ്ധത്തിൽ മരിക്കാൻ ഭയമില്ലാത്ത ആയിരക്കണക്കിന് അനുഭവസമ്പന്നരായ പോരാളികളെ അയക്കാമെന്ന് അവൻ പറഞ്ഞു. യുവസൈനികരെപ്പോലെ അവർക്കും യുദ്ധം ചെയ്യാൻ കഴിയുമോ എന്ന് ജെയ്സ് ചോദിച്ചു. അവർക്കതിനുള്ള കരുത്തുണ്ട് എന്ന് ക്രേഗൻ പറഞ്ഞു. പെട്ടെന്ന് ആ ഘനീഭവിച്ച നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വിന്റർഫെല്ലിൽ നിന്നും ഒരു കറുത്ത കാക്ക ചിറകടിച്ചെത്തി ഒരു സന്ദേശം കൈമാറി. ചുരുട്ടിയ ആ കടലാസ് തുറന്ന ക്രേഗനിന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞുമുറുകി ശ്വാസം നിലച്ചതുപോലെ അവൻ നിന്നു. സ്റ്റോംസെന്റിന്റെ മുകളിൽ ഇരുണ്ട ആകാശത്തുവെച്ച് നടന്ന അതിക്രൂരമായ ഒരു ഡ്രാഗൺ യുദ്ധത്തിൽ ജെയ്സിന്റെ ഇളയ സഹോദരനായ ലൂക്ക് വെലാരിയോണിനെ ഈമോൺ നിഷ്കരുണം കൊല ചെയ്യപ്പെട്ടു എന്ന രക്തം മരവിപ്പിക്കുന്ന വാർത്തയായിരുന്നു അത്. ഗല്ലറ്റിന്റെ ഇരുണ്ട ജലപ്പരപ്പിന് മുകളിലൂടെയുള്ള മണിക്കൂറുകൾ നീണ്ട നിരീക്ഷണ പറക്കലിനുശേഷം ഡ്രാഗൺസ്റ്റോണിന്റെ പരുക്കൻ കൽമുറ്റത്തേക്ക് കൂറ്റൻ ചിറകുകൾ വീശി മെലീസ് എന്ന തന്റെ ഡ്രാഗനോടൊപ്പം റെനീസ് ടാർഗറിയൻ വന്നിറങ്ങുമ്പോൾ അന്തരീക്ഷത്തിൽ കരിഞ്ഞ മാംസത്തിന്റെയും ഉപ്പുവെള്ളത്തിന്റെയും ഗന്ധം തങ്ങി നിന്നിരുന്നു. ക്ഷീണത്താൽ അവൾ താഴേക്കിറങ്ങിയ ഉടനെ തന്നെ അവളുടെ ബന്ധുവായ ഡെയ്മൺ ടാർഗറിയൻ അവിടെ ഇരുളിൽ നിന്നും വേഗത്തിൽ ഓടിവന്ന് അവളെ നേരിട്ടു. അവന്റെ കണ്ണുകളിൽ അടങ്ങാത്ത പകയും ദേഷ്യവും ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഈമോണ്ടിന്റെ കൂറ്റൻ ഡ്രാഗണായ വാഗറിനെ ഒറ്റയ്ക്ക് നേരിടാൻ തന്റെ കാരാക്സസിന് കഴിയില്ലെന്നും അതിനാൽ കാരാക്സസും മീലീസും ഒത്തുചേർന്ന് ഉടൻ തന്നെ ഒരു ആക്രമണത്തിന് തയ്യാറാകണമെന്നും അവൻ ശാഠ്യം പിടിച്ചു പറഞ്ഞു. മണിക്കൂറുകളോളം ആകാശത്ത് ചിലവഴിച്ചതിന്റെ അങ്ങേയറ്റത്തെ ക്ഷീണം ശരീരത്തെ തളർത്തുമ്പോൾ റെനീസ് ടാർഗറിയൻ വളരെ പുച്ഛത്തോടെ ആ അപ്രായോഗികമായ ആവശ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. റെനേറ ടാർഗറിയൻ അവളോടൊപ്പം ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. എന്നാൽ ലൂക്കിന്റെ മരണം ഉറപ്പാക്കാൻ ഒരമ്മയുടെ വേദനയോടെ സൈറാക്സിൽ അവൾ പോയിരിക്കുകയാണെന്ന് റെനീസ് ടാർഗറിയൻ പറഞ്ഞു.
തന്റെ മകളും ഡീമോണിന്റെ ഭാര്യയുമായ ലെയ്നയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആ തണുത്ത ശരീരം കാണുന്നതുവരെ അതൊരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് കണ്ണീരോടെ അവൾ പറഞ്ഞു. തന്റെ സഹോദരന്റെയും മകളുടെയും ഇപ്പോൾ ലൂക്കിന്റെയും മരണത്തിലുള്ള അടങ്ങാത്ത ദേഷ്യം മുഴുവൻ ഡേമോൺ ടാർഗറിയൻ റെനീസ് ടാർഗറിയന്റെ നേരെ തിരിച്ചു. ഏഗോൺ കിരീടധാരണ സമയത്ത് അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്ന് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവന്റെ കണ്ണുകളിലെ വന്യമായ പകയെ അവഗണിച്ച് റെനേറ ടാർഗറിയൻ സംയമനം പാലിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്ന് മാത്രം പറഞ്ഞു. അവൾ തിരിഞ്ഞു നടന്നു. തന്നോടൊപ്പം ആകാശത്തേക്ക് പറക്കാൻ താൻ കൽപ്പിക്കുകയാണെന്ന് അവൻ അധികാരസ്വരത്തിൽ പറഞ്ഞു. തന്റെ നടത്തത്തിന്റെ വേഗത ഒട്ടും കുറയ്ക്കാതെ നീ രാജാവായിരുന്നുവെങ്കിൽ എന്ന് അവൾ പരിഹാസത്തോടെ പറഞ്ഞു. ചൂട്ടുകളുടെ വെളിച്ചം കരിങ്കൽ ചുവരുകളിൽ നിഴലുകൾ സൃഷ്ടിക്കുമ്പോൾ ആ വലിയ ഇരുണ്ട കോട്ടയുടെ അകത്തളങ്ങളിലേക്ക് അവൾ മറഞ്ഞു. ഡ്രിഫ്റ്റ്മാർക്കിന്റെ തണുത്ത കാറ്റ് വീശുന്ന തുറമുഖത്ത് തിരമാലകൾ അലറിയടിക്കുന്ന ശബ്ദങ്ങൾക്കിടയിലൂടെ ലോർഡ് കോർലിസ് വെലാരിയോണിന്റെ കാലുകൾ പരിക്കുകളുടെ വേദന കടിച്ചമർത്തിക്കൊണ്ട് മെല്ലെ നടന്നു നീങ്ങി. ട്രയർക്കിയുടെ ക്രൂരമായ ആക്രമണത്തിൽ തകർന്നുപോയ സീസ്നേക്കിന്റെ അറ്റകുറ്റപ്പണികൾ പരിശോധിക്കുമ്പോൾ കപ്പലിന്റെ തടിപ്പലകകളിൽ പറ്റിപ്പിടിച്ചിരുന്ന ഉണങ്ങിയ ചോരപ്പാടുകളും തകർന്ന അവശിഷ്ടങ്ങളും ജോലിക്കാർ കഴുകി വൃത്തിയാക്കുന്നത് അവൻ മരവിപ്പോടെ നോക്കി നിന്നു. മരപ്പലകകളിൽ ഉരയുന്ന ഇരുമ്പിന്റെ ശബ്ദം ആ അന്തരീക്ഷത്തിലെ വിഷാദത്തെ കൂടുതൽ കനപ്പിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആലിൻ ഓഫ് ഹളിനെ കണ്ടപ്പോൾ അവൻ കാര്യങ്ങൾ ചോദിച്ചു. കപ്പൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇനിയും ആഴ്ചകൾ വേണ്ടിവരുമെന്ന് അവൻ പറഞ്ഞു. ഗല്ലറ്റിന്റെ ഉപരോധം തുടരാൻ കൂടുതൽ കപ്പലുകൾ അടിയന്തരമായി ആവശ്യമാണെന്ന് കോർലിസിന്റെ ശബ്ദത്തിൽ മുഴങ്ങിയപ്പോൾ കപ്പൽ നിർമ്മാതാക്കൾക്ക് എന്തുചെയ്യാൻ കഴിയുമെന്ന് തന്റെ സഹോദരനോട് അന്വേഷിക്കാമെന്ന് ഏലിൻ പറഞ്ഞു. തുടർന്ന് തന്റെ ഇളയ അവകാശിയായ ലൂക്കിനുവേണ്ടി ആഴ്ചകൾക്കു മുൻപേ താൻ നിർമ്മിക്കാൻ ഏൽപ്പിച്ചിരുന്ന മനോഹരമായ ഒരു പുതിയ കഠാര ആലിനിന്റെ കൈകളിൽ നിന്നും വാങ്ങിയപ്പോൾ കോർലിസിന്റെ കൈകൾ ചെറുതായി വിറച്ചു. ഒപ്പം ഹൃദയത്തിൽ ഒരു വലിയ വിങ്ങൽ അനുഭവപ്പെട്ടു. ലൂസറിസിന്റെ അതിക്രൂരമായ കൊലപാതകം ഏറ്റവും വലിയ വഞ്ചനയാണെന്ന് വളരെ ദുഃഖത്തോടെ ഏലിൻ പറഞ്ഞു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ് കടലിലേക്ക് വീണ ആ ഭയാനകമായ ആക്രമണത്തിൽ തന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് കടലിലേക്ക് എടുത്തുചാടിയത് ഏലിന്റെ ധീരതയാണെന്ന് താൻ അറിഞ്ഞുവെന്നും ആ വലിയ കടപ്പാട് ഒരിക്കലും മറക്കില്ലെന്നും കോർലിസ് വികാരഭരിതനായി പറഞ്ഞു. എന്നാൽ താൻ തന്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് എന്ന് വളരെ വിനയത്തോടെ അവൻ പറഞ്ഞു. പന്തങ്ങളുടെ വെളിച്ചത്തിൽ തിളങ്ങുന്ന ആ കഠാരയിൽ നോക്കി നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടുപോയ തന്റെ കൊച്ചുമകന്റെ ഓർമ്മകളിൽ ആ വയോധികന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ഒപ്പം വരാനിരിക്കുന്ന വലിയ രക്തച്ചൊരിച്ചിലിന്റെ ഭാരം ആ തുറമുഖത്തെ മുഴുവൻ മൂടി നിൽക്കുന്നതുപോലെ തോന്നി. കിങ്സ് ലാൻഡിംഗിലെ അമ്പരചുംബികളായ റെഡ് കീപ്പിന്റെ ഇരുണ്ട കരിങ്കൽ ചുവരുകളിൽ കാറ്റ് അതിശക്തമായി ആഞ്ഞടിക്കുമ്പോൾ ആകാശത്ത് വലിയൊരു കറുത്ത നിഴൽ വന്ന് പ്രകാശത്തെ മുഴുവൻ മൂടിയത് കണ്ട് കാവൽക്കാരുടെ സിരകളിൽ രക്തം മരവിച്ചു. അവരുടെ ഹൃദയമിടിപ്പ് ആയുധങ്ങളുടെ കിലുക്കത്തേക്കാൾ ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു. ഭയചകിതരായ സൈനികർ സർ എറിക് കാർഗിലിന്റെ ആജ്ഞപ്രകാരം ഭീമാകാരമായ ആയുധങ്ങൾ മേഘങ്ങളിലേക്ക് തിരിച്ചുപിടിച്ചെങ്കിലും ആ കൂറ്റൻ രൂപം ഭാഗർ എന്ന അതിശക്തനായ ഡ്രാഗനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ ശ്വാസം നേരെയായി. അതേസമയം കോട്ടയുടെ ഉള്ളിലെ ഇരുണ്ട ഇടനാഴികളിലൂടെ ചൂട്ടുകളുടെ മഞ്ഞ വെളിച്ചത്തിൽ സ്വന്തം കാൽച്ചുവടുകളുടെ മാറ്റുലി മാത്രം കേട്ടുകൊണ്ട് നടന്നു നീങ്ങിയ ഏഗോൺ തന്റെ സഹോദരിയും ഭാര്യയുമായ ഹെലന ടാർഗറിയന്റെ വിശാലമായ മുറിയിലേക്ക് കടന്നുചെന്നു. വരാനിരിക്കുന്ന സ്മോൾ കൗൺസിൽ യോഗത്തിലേക്ക് തന്റെ കൊച്ചുമകനായ ജെഹറിസിനെ കൊണ്ടുപോകാനും അവനെ ഒരു ഭരണാധികാരിയാകാൻ വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാനും അവൻ ആഗ്രഹിച്ചു. എന്നാൽ ആ മുറിയിലെ തണുത്ത വായുവിൽ വല്ലാത്തൊരു ഭയം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. തികച്ചും വിചിത്രമായ ഭാവങ്ങളോടെ ശൂന്യതയിലേക്ക് നോക്കി നിന്നുകൊണ്ട് ഹെലന ടാർഗറിയൻ തന്റെ മകന് ഒരുപക്ഷേ ഭാവിയിൽ രാജാവാകാൻ യാതൊരു താൽപ്പര്യമില്ലായിരിക്കാം എന്ന് വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പുറത്ത് ആകാശത്ത് ഡ്രാഗൺകളുടെ ചിറകടിയൊച്ചകളും അലർച്ചകളും വ്യക്തമായി കേൾക്കാമായിരുന്നിട്ടും തനിക്ക് ഭയം ഈ വലിയ ഡ്രാഗൺകളെയല്ലെന്നും മറിച്ച് ഇരുട്ടിൽ പതുങ്ങിയിരിക്കുന്ന എലികളെയാണെന്നും അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ വലിയ മുറിയിൽ എവിടെയും എലികളൊന്നുമില്ലാതിരുന്നിട്ടും അവളുടെ ആ വിചിത്രമായ വാക്കുകൾ കേട്ട് ഏഗോണിന്റെയും അവിടെ നിന്നിരുന്ന തോഴിമാരുടെയും കണ്ണുകളിൽ ഭയവും ആശയക്കുഴപ്പവും നിറഞ്ഞു. കോട്ടയുടെ മറ്റൊരു വശത്തു ചൂടുള്ള വായു നിറഞ്ഞ ഇരുട്ടുനിറഞ്ഞ മുറിയിൽ ആലിസൺ ഹൈടവറും കിങ്സ്ഗാർഡിലെ ക്രിസ്റ്റൻ കോളും തമ്മിലുള്ള രഹസ്യബന്ധത്തിനുശേഷം വിയർപ്പിൽ കുളിച്ച ശരീരങ്ങളുമായി അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ ധൃതിയിൽ തിരഞ്ഞുപിടിച്ച് ധരിച്ചു. കുറ്റബോധത്തിന്റെ വലിയൊരു ഭാരം ആ മുറിയിലെ നിശബ്ദതയിൽ അവളെ ശ്വാസം മുട്ടിക്കുന്നതായി അനുഭവപ്പെട്ടു. ജനലിലൂടെ വരുന്ന നേരിയ വെളിച്ചത്തിൽ അവന്റെ കണ്ണുകളിലേക്ക് നോക്കാതെ ഇനിയൊരിക്കലും നമ്മൾ ഈ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്റെ ഉള്ളിലെ ഭയം മറച്ചുവെക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ വളരെ പതുക്കെ പറഞ്ഞു. കനത്ത ഇരുമ്പുപിടികളുള്ള വലിയ മരവാതിലുകൾ വലിയ ശബ്ദത്തോടെ അടഞ്ഞപ്പോൾ ഗ്രീൻകളുടെ സ്മോൾ കൗൺസിൽ യോഗം ആരംഭിച്ചു. ആ വിശാലമായ മുറിയിലെ ചൂടുള്ള വായുവിൽ കൂടിയിരിക്കുന്ന ഭരണാധികാരികളുടെ ഗൗരവമേറിയ ശ്വാസനിശ്വാസങ്ങൾ മാത്രം കേൾക്കാമായിരുന്നു. ഹാൻഡ് ഓഫ് ദ കിങ് ആയ ഓട്ടോ ഹൈടവർ തന്റെ സഹോദരപുത്രനായ
ഓർമുണ്ട് ഹൈടവർ ദൂരെയുള്ള ഓൾഡ് ടൗണിലെ വമ്പൻ സൈന്യത്തെ സജ്ജമാക്കുന്നതിനെക്കുറിച്ചും ടൈലാൻഡ് ലാനിസ്റ്റർ തന്റെ ഇരട്ട സഹോദരനായ ജേസൺ അതിവിശാലമായ വെസ്റ്റർലാൻഡ്സിലെ സൈന്യത്തെ ഗോൾഡൻ ടൂത്തിൽ ഒരുമിച്ചു കൂട്ടുന്നതിനെക്കുറിച്ചും വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ഈമോണ്ടിന്റെ ഫ്ലോറിസ് ബെരാത്തിയോണിയുമായുള്ള വിവാഹനിശ്ചയം തങ്ങൾക്ക് സ്റ്റോംലാൻഡ്സിന്റെ വലിയ പിന്തുണ ഉറപ്പാക്കിയിരിക്കുന്നുവെന്ന് അവർ പരസ്പരം നോക്കി ആശ്വസിച്ചുവെങ്കിലും അതിശൈത്യം നിറഞ്ഞ വിന്റർഫെല്ലിൽ നിന്നും കാറ്റടിക്കുന്ന ഈരിയിൽ നിന്നും യാതൊരു മറുപടിയും ഇതുവരെ ലഭിക്കാത്തതിനാൽ സ്റ്റാർക്കുകളും ആരൻകളും തങ്ങളുടെ ശത്രുവായ റെനേറ ടാർഗറിയൻ നൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലായി. ഡ്രാഗൺസ്റ്റോണിൽ നിന്നും ഡ്രിഫ്റ്റ്മാർക്കിൽ നിന്നും യാതൊരുവിധ പ്രതികരണങ്ങളൊന്നും വരാത്തതും നഗരത്തിനു ചുറ്റുമുള്ള വലിയ കപ്പലുകളുടെ ശക്തമായ ഉപരോധവും വരാനിരിക്കുന്ന ഒരു വലിയ രക്തച്ചൊരിച്ചിലിന്റെ വ്യക്തമായ സൂചനയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. മേശപ്പുറത്ത് വിരിച്ചിരുന്ന വലിയ ഭൂപടത്തിനു മുകളിലെ ടൈലൻഡിന്റെ അടയാളക്കല്ല് ഇടയ്ക്കിടെ എടുത്തുകളിക്കുന്ന കുഞ്ഞായ ജെഹറിസിനെ കണ്ട് ടൈലൻഡിന്റെ മുഖത്ത് വലിയ നീരസം പ്രകടമായെങ്കിലും ഏഗോൺ അതുകണ്ട് ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് അവന് തോളിലൊരു കുതിരസവാരി നൽകാൻ അവനോടാവശ്യപ്പെട്ടു. എന്നാൽ ആ നിർണായക സമയത്ത് ഗൗരവമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കണമെന്ന് അലൈസന്റ് കർശനമായി പറഞ്ഞപ്പോൾ കുഞ്ഞിനോട് അവിടെ നിന്നും വേഗത്തിൽ ഓടിപ്പോകാൻ ഏഗോൺ സ്നേഹത്തോടെ പറഞ്ഞു. കടലിലെ ശക്തമായ ഉപരോധം തകർക്കാൻ കേവലം ലാനിസ്റ്ററുകളുടെയും ഹൈടവറുകളുടെയും കപ്പലുകൾ മാത്രം പോരെന്നും അതിനാൽ സമുദ്രത്തിൽ സ്വാധീനമുള്ള ഡാൾട്ടൺ ഗ്രേജോയെ പുതിയ മാസ്റ്റർ ഓഫ് ഷിപ്സായി നിയമിച്ച് അവരുടെ പിന്തുണ ഉറപ്പാക്കാമെന്നും ഗ്രാൻഡ് മേസ്റ്ററായ ഓർവൈൽ പതുക്കെ പറഞ്ഞു. പെട്ടെന്ന് വാതിലുകൾ വലിയ ശബ്ദത്തിൽ തള്ളിത്തുറന്ന് കനത്ത കാലടികളോടെ ഈമോൺ ടാർഗറിയൻ ആ മുറിയിലേക്ക് കടന്നുവന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്വാസം ഒരു നിമിഷത്തേക്ക് നിലച്ചു. അവന്റെ ഒറ്റക്കണ്ണിലെ ക്രൂരതയും ഭാവങ്ങളിലെ അഹങ്കാരവും ആ മുറിയിലെ വായുവിനെ കൂടുതൽ ഭാരമുള്ളതാക്കി മാറ്റി. ലൂക്കിനെ നിഷ്കരണം കൊലപ്പെടുത്തിയതിലുള്ള അടങ്ങാത്ത ദേഷ്യത്തോടെ യാതൊരു അധികാരവുമില്ലാത്ത അവനെ ഈ യോഗത്തിലേക്ക് ആര് ക്ഷണിച്ചുവെന്ന് ആലിസൺ ദേഷ്യത്തോടെ ചോദിച്ചു. അവൻ തന്റെ സ്വന്തം സഹോദരനാണെന്നും തങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവാണെന്നും ഏഗോൺ വളരെ അഭിമാനത്തോടെ പറഞ്ഞു. മേശയ്ക്കരികിലേക്ക് നടന്നുചെന്ന ഈമോണ്ട് ഭൂപടത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കിങ്സ് ലാൻഡിംഗിലേക്കുള്ള ശത്രുക്കളുടെ ഏത് ആക്രമണവും റിവർലാൻഡ്സിലൂടെ മാത്രമേ വരികയുള്ളൂവെന്നും അതിനാൽ അവിടെയുള്ള ഏറ്റവും വലിയ കോട്ടയായ ഹരൻഹാൾ പിടിച്ചെടുക്കേണ്ടത് തങ്ങളുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണെന്നും അവൻ പറഞ്ഞു. വാഗറിനെയും സൺഫയറിനെയും ഉപയോഗിച്ച് താനും ഈമോണ്ടും ചേർന്ന് ആ കോട്ടയിൽ പോയി തങ്ങളെ എതിർക്കുന്ന പഴയ ഗ്രോവർ ടല്ലിയെയും മറ്റുള്ളവരെയും തീജ്വാലകളിൽ ചുട്ടുചാമ്പലാക്കുമെന്നും അപ്പോൾ എല്ലാവരും തങ്ങളെ ഭയന്നനുസരിക്കുമെന്നും ഏഗോൺ വലിയ ആവേശത്തോടെ പറഞ്ഞു. എന്നാൽ രാജാവ് നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകരുതെന്നും ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയാകാൻ പാടില്ലെന്നും ക്രിസ്റ്റൻ ഉറപ്പിച്ചു പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിന്റെ സുരക്ഷയ്ക്കായി തങ്ങളുടെ പ്രിയപ്പെട്ട ഡ്രാഗൺകൾ ഇവിടെത്തന്നെ തുടരേണ്ടതുണ്ടെന്നും റെനേറ ടാർഗറിയന്റെ കൂറ്റൻ ഡ്രാഗൺകളെ തടയാൻ അത് അത്യാവശ്യമാണെന്നും ആലിസൺ കടുത്ത ഭാഷയിൽ പറഞ്ഞു. റെനേറ ടാർഗറിയനെ നേരത്തെ ദുർബലയായിരുന്ന സമയത്ത് എന്തുകൊണ്ട് കൊന്നില്ല എന്ന് ഏഗോൺ നിരാശയോടെ ചോദിച്ചു. രാജാവായ വിസരീസ് മരിച്ചയുടനെ തന്നെ രഹസ്യമായി കൊലയാളികളെ അയക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഓട്ടോ ഹൈടവർ ആലിസന്റിനെ നോക്കി ആ അവസരം എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്നും ഇനി സഖ്യകക്ഷികളെ കൂട്ടുക മാത്രമാണ് ഏകവഴിയെന്നും പറഞ്ഞു. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആലിസന്റിന്റെ അടുത്തേക്ക് ലാരി സ്ട്രോങ് തന്റെ വടിയും കുത്തി പതിയെ നടന്നുവന്നു. മുറികളിലെ ഇരുട്ടിൽ പതുങ്ങിയിരുന്ന എല്ലാ ചാരന്മാരെയും താൻ അതിക്രൂരമായി ചോദ്യം ചെയ്തുവെന്നും മൈസേരിയയുമായി ബന്ധമുള്ളവരെയെല്ലാം കൊന്നൊടുക്കിയെന്നും അവൻ താഴ്ന്ന സ്വരത്തിൽ അവളോട് പറഞ്ഞു. കൊട്ടാരത്തിലെ പഴയ ജോലിക്കാർക്ക് പകരം തന്റെ മാത്രം വിശ്വസ്തരായ പുതിയ ആളുകളെ നിയമിച്ചു എന്ന് അവൻ പറഞ്ഞപ്പോൾ ആ വലിയ കോട്ടയ്ക്കുള്ളിൽ താൻ തികച്ചും ഒറ്റപ്പെട്ടവളാണെന്നും പുതിയ ജോലിക്കാരെപ്പോലും വിശ്വസിക്കാൻ കഴിയില്ലെന്നുമുള്ള വലിയൊരു ഭയം അവളുടെ ഹൃദയത്തെ വല്ലാതെ വേട്ടയാടി. ഷിപ്ബ്രേക്കർ ബേയുടെ മുകളിൽ ഇരുണ്ട ആകാശം കണ്ണീർ പൊഴിക്കുന്നതുപോലെ തോന്നി. റെനേറ ടാർഗറിയൻ തന്റെ ഡ്രാഗണായ സൈറാക്സിന്റെ പുറത്തിരുന്ന ദിവസങ്ങളായി ആ തണുത്ത കാറ്റിൽ തന്റെ മകന്റെ മരണം സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ തേടി അലയുകയായിരുന്നു. താഴെ കടൽത്തീരത്ത് വല വലിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഒരു വലിയ ഡ്രാഗണിന്റെ ചിറകിന്റെ കഷ്ണം കണ്ടെടുത്ത് വലിയ ആവേശത്തോടെ ശബ്ദമുണ്ടാക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം നിലച്ചുപോയി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തണുത്ത കാറ്റിനെ വകഞ്ഞുമാറ്റി സിറാക്സിനെ അവരുടെ നടുവിലേക്കിറക്കിയപ്പോൾ അവർ ഭയന്ന് അങ്ങോട്ടുമിങ്ങോട്ടും ഓടി. ആ വലകൾക്കിടയിൽ ചിന്തിച്ചിതറിക്കിടന്ന അറാക്സിന്റെ ചിറകിന്റെ ഭാഗങ്ങളും അതിൽ കുരുങ്ങിക്കിടന്ന ലൂക്കിന്റെ കീറിയ വസ്ത്രവും കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും ചൂടുള്ള കണ്ണീർ ധാരധാരയായി ഒഴുകി. അതേസമയം വളരെ അകലെ റെഡ് കീപ്പിലെ വലിയ അയൺ ത്രോണിൽ സിംഹാസനത്തിന്റെ ഭാരം ശരിക്കും അനുഭവിച്ചുകൊണ്ട് ഏഗോൺ രണ്ടിരിക്കുകയായിരുന്നു. ചുറ്റും നിൽക്കുന്ന മാർട്ടിൻ റെയ്നും ലിയോൺ എസ്റ്റമോണ്ടും റെഡ് നെഡ് വാട്ടേഴ്സും
അവനെ നോക്കിച്ചിരിക്കുമ്പോൾ ഒരു നല്ല രാജാവാകണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തോടെ അവൻ ജനങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഒരു ഇടയനായ ജെറാഡ് വന്ന് തന്റെ ആടുകളെ സൈന്യം പിടിച്ചെടുത്തതിലെ സങ്കടം പറഞ്ഞപ്പോൾ അവനത് തിരികെ നൽകാൻ ഏഗോൺ ആഗ്രഹിച്ചുവെങ്കിലും ഓട്ടോ ഹൈടവർ അതിനിടയിൽ കയറി യുദ്ധകാലത്ത് ഡ്രാഗൺകൾക്ക് കൂടുതൽ ഭക്ഷണം ആവശ്യമാണെന്ന് പറഞ്ഞു. തുടർന്ന് ഉപ്പിന്റെ ക്ഷാമത്തെക്കുറിച്ച് ഒരു വ്യാപാരി പറഞ്ഞപ്പോൾ ഭഗറിനെ അയച്ച് ആ ഉപരോധം തകർക്കുമെന്ന് ഏഗോൺ തിടുക്കത്തിൽ പറഞ്ഞു. എന്നാൽ ഹ്യൂ എന്ന വലിയ ഇരുമ്പുപണിക്കാരൻ വന്ന് ആയുധങ്ങൾ നിർമ്മിക്കാൻ മുൻകൂർ പണം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഓട്ടോ വീണ്ടും തടയാൻ ശ്രമിച്ചെങ്കിലും തന്റെ സൈന്യത്തിന് ആയുധങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് ഏഗോൺ തീർത്തു പറഞ്ഞു. പിന്നീട് ലാരി സ്ട്രോങ്ങിനോട് സംസാരിച്ച ശേഷം അന്ന് രാത്രി തന്റെ മുറിയിലേക്ക് മടങ്ങിയ ഓട്ടോയെ കാത്ത് ആലിസന്റ് ഹൈടവർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. തങ്ങളുടെ ലക്ഷ്യം റെനേറ ടാർഗറിയനെ കീഴടക്കി ഏഗോണിനെ സമാധാനത്തോടെ വാഴിക്കുക എന്നതാണെന്നും അതിനായി തന്നോടൊപ്പം നിൽക്കണമെന്നും അവൾ കർശനമായി പറഞ്ഞു. ലൂക്കിനെ കൊന്ന എയ്മണ്ടിന്റെ പ്രവൃത്തിയെ അവൾ നിശിതമായി വിമർശിച്ചപ്പോൾ ആ തെറ്റ് അംഗീകരിച്ചുകൊണ്ടുതന്നെ ഇനി സമാധാനപരമായ ഒരു പരിഹാരം അസാധ്യമാണെന്നും കൊടുംയുദ്ധം മാത്രമാണ് ഏക വഴിയെന്നും ഓട്ടോ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ബ്ലാക്ക് വാട്ടർ ബേയുടെ ഇരുണ്ട തിരമാലകൾക്കിടയിലൂടെ നീങ്ങുകയായിരുന്ന ഒരു കപ്പലിനെ വെലാറിയോണിന്റെ നാവികസേന തടഞ്ഞു നിർത്തുമ്പോൾ രാത്രിയുടെ തണുപ്പ് എല്ലാവരെയും വിറപ്പിക്കുന്നുണ്ടായിരുന്നു. റെനേറ ടാർഗറിയന്റെ സംഘത്തിലുള്ള സർ എറിക് കാർഗിൽ കപ്പലിന്റെ അടിത്തട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ലാരിയന്റെ ആളുകൾ തീവച്ച വീട്ടിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട മൈസാരിയയെ അവിടെ കണ്ടെത്തി. ഓട്ടോയ്ക്ക് വിവരങ്ങൾ നൽകിയിരുന്നവളാണ് അവളെന്ന് തിരിച്ചറിഞ്ഞ എറിക് അവളെ നേരെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് കൊണ്ടുപോയി ഡേമോൺ ടാർഗറിയന്റെ മുന്നിൽ ഹാജരാക്കി. അവളുടെ മേൽ ഓട്ടോയുടെ ചാരവനിതയാണെന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ഡേമോൺ ടാർഗറിയൻ അലറിയപ്പോൾ താൻ കേവലം പണത്തിനുവേണ്ടി മാത്രമാണ് വിവരങ്ങൾ കൈമാറിയതെന്നും തനിക്ക് ആരോടും യാതൊരു വിധത്തിലുള്ള കൂറുമില്ലെന്നും അവൾ യാതൊരു ഭയവുമില്ലാതെ പറഞ്ഞു. ഏഗോണിനെ കിരീടം ധരിപ്പിക്കാൻ കാരണക്കാരി അവളാണെന്ന് അവൻ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ താനല്ലെങ്കിലും അവർ അവനെ കണ്ടെത്തുമായിരുന്നു എന്ന് അവൾ വളരെ ശാന്തമായി പറഞ്ഞു. കോപത്താൽ ജ്വലിച്ച അവൻ അവളെ ഒരു ഇരുട്ടറയിൽ അടയ്ക്കാൻ കൽപ്പിക്കുകയും ഏഗോണിനെ കൊല്ലാൻ അവസരം ലഭിച്ചിട്ടും അത് ചെയ്യാതിരുന്നതിന് ഇറിക്കിനോട് കയർക്കുകയും ചെയ്തു. ആ സമയത്ത് പുറത്ത് ആകാശത്ത് സൈറക്സിന്റെ വലിയ ചിറകടിയൊച്ചകൾ കേട്ടു. ആ വലിയ കോട്ടയുടെ കരിങ്കൽ പടവുകളിലൂടെ യാതൊരു ഭാവവുമില്ലാതെ നടന്നു നീങ്ങിയ റെനേറ ടാർഗറിയൻ പെയിന്റഡ് ടേബിളിന്റെ മുന്നിലെത്തിയപ്പോൾ റെനിസ് ടാർഗറിയന്റെ വാക്കുകളോ ഡയമണ്ട് ടാർഗറിയന്റെ ഹരൻഹാൾ പിടിക്കാനുള്ള പദ്ധതിയോ അവൾ ശ്രദ്ധിച്ചതേയില്ല. ഒടുവിൽ എല്ലാവരെയും നോക്കി എനിക്ക് എമുണ്ട് ടാർഗറിയനെ വേണം എന്നു മാത്രം അവൾ തറപ്പിച്ചു പറഞ്ഞു. അധികം വൈകാതെ തന്നെ വടക്കുനിന്നും മടങ്ങിയെത്തിയ അവളുടെ മകൻ ജെയ്സ് ആ മുറിയിലേക്ക് കടന്നുവന്നു. സ്റ്റാർക്കളും ആരിൻകളും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് അവൻ വലിയ ആവേശത്തോടെ പറഞ്ഞു. ജെയിൻ ആരിന് സ്വന്തം പ്രതിരോധത്തിനായി ഒരു ഡ്രാഗനെ ആവശ്യമുണ്ടെന്നും ക്രേഗൻ സ്റ്റാർക്ക് 2000 പോരാളികളെ അയക്കുന്നുണ്ടെന്നും അവൻ പറഞ്ഞെങ്കിലും പെട്ടെന്ന് തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ ഓർമ്മകൾ അവനിലേക്ക് ഇരച്ചുകയറിയപ്പോൾ ആ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയുടെ നെഞ്ചിലേക്ക് വീണു. ഡ്രാഗൺസ്റ്റോണിലെ വലിയ പർവ്വതമുകളിലെ വലീരിയൻ ബലിപീഠത്തിൽ കാറ്റ് അതിശക്തമായി വീശിയടിക്കുമ്പോൾ പന്തങ്ങളുടെ വെളിച്ചത്തിൽ ലൂക്കിന്റെ വസ്ത്രങ്ങളും അവശിഷ്ടങ്ങളും അഗ്നിക്കിരയാക്കിക്കൊണ്ട് റെനേറ ടാർഗറിയനും അവളുടെ കുടുംബവും കണ്ണീരോടെ വിടവാങ്ങൽ ചടങ്ങുകൾ നടത്തി. താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ലൂക്കിന്റെ ഓർമ്മകളിൽ റെഹന ടാർഗറിയൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. അതേസമയം കിങ്സ് ലാൻഡിംഗിലെ ഗ്രാൻഡ് സെപ്റ്റിന്റെ ശാന്തമായ അന്തരീക്ഷത്തിൽ ആലിസന്റ് തന്റെ മരിച്ചുപോയ അമ്മയായ അലീറി ഫ്ലോറന്റിനും ഭർത്താവായ വിസിരീസ് ടാർഗറിയനും ഒപ്പം അല്പനേരത്തെ മൗനത്തിനുശേഷം ലൂസറിസ് വെലാറിയോണിനും വേണ്ടി പ്രാർത്ഥനാ മെഴുകുതിരികൾ കത്തിച്ചുവെച്ചു. അധികം വൈകാതെ ഇരുട്ടറയിൽ കിടക്കുന്ന മൈസാരിയെ സന്ദർശിച്ച ഡേമോൺ ടാർഗറിയൻ അവൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന വ്യവസ്ഥയിൽ റെഡ് കീപ്പിലെ രഹസ്യവഴികളെക്കുറിച്ച് ചോദിച്ചു. അന്ന് രാത്രിയിൽ കനത്ത ഇരുട്ടിന്റെ മറവിൽ ഒരു ചെറിയ മത്സ്യബന്ധന വള്ളത്തിൽ കിങ്സ് ലാൻഡിംഗിലേക്ക് രഹസ്യമായി കടന്ന അവൻ CT വാച്ചിലെ പഴയ വിശ്വസ്തനായ ബ്ലഡിനെയും കൊട്ടാരത്തിലെ എലിപിടുത്തക്കാരനായ ചീസിനെയും കണ്ടെത്തി. മേഗോർ ദി ക്രൂവൽ നിർമ്മിച്ച ഇരുണ്ട തുരങ്കങ്ങളിലൂടെ പോയി രാജാവിന്റെ മുറികളിൽ കടന്ന് കൊലപ്പെടുത്താനാണ് താൻ അവരെ നിയോഗിക്കുന്നതെന്ന് അവൻ വളരെ പതുക്കെ പറഞ്ഞു. കോട്ടയുടെ അടിത്തട്ടിലെ ദുർഗന്ധം വമിക്കുന്ന അഴുക്കുചാലുകളിലൂടെ പതുങ്ങിപ്പതുങ്ങി നീങ്ങിയ അവർ സിംഹാസനമുറിക്ക് സമീപമെത്തിയപ്പോൾ അവിടെ ഏഗോൺ തന്റെ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുന്നത് കണ്ടു. ആ സമയത്ത് മുകളിലത്തെ നിലയിൽ എമുണ്ട് ക്രിസ്റ്റനും ഒരു വലിയ ഭൂപടത്തിനു മുന്നിൽ നിന്ന് റോസ്ബിയെയും സ്റ്റോക്ക്വത്തിനെയും ആക്രമിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുകയായിരുന്നു. അലൈസന്റ് തന്റെ മേൽ കുറ്റം ചുമത്തുന്നതിലെ കടുത്ത അമർഷം എമുണ്ട് പ്രകടിപ്പിച്ചപ്പോൾ ക്രിസ്റ്റൻ അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവിടേക്ക് കടന്നുവന്ന ഓട്ടോ ആ നീക്കങ്ങളെ തടയുകയും അവരോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രഹസ്യവഴികളിലൂടെ കോട്ടയുടെ മുകളിലത്തെ നിലയിലെത്തിയ ബ്ലഡും ചീസും അവിടെ വെളിച്ചം കുറഞ്ഞ ഇടനാഴികളിലൂടെ വളരെ ശ്രദ്ധയോടെ നടന്നു. എലിപിടുത്തക്കാരനായ താൻ മുകളിലത്തെ നിലയിൽ കണ്ടാൽ പിടിക്കപ്പെടുമെന്ന് ചീസ് ഭയത്തോടെ പറഞ്ഞപ്പോൾ രാജകുടുംബത്തിലുള്ള ഒരാളെയെങ്കിലും കൊല്ലാതെ തിരിച്ചുപോകാൻ കഴിയില്ലെന്ന് ബ്ലഡ് അവനോട് കർശനമായി പറഞ്ഞു. അവർ നേരത്തെ എമുണ്ട് നിന്നിരുന്ന മുറിയിലെത്തിയെങ്കിലും അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഒപ്പം പുറത്ത് വലിയൊരു ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു.
ആളുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ എലിക്കണികൾ വെക്കുന്നതുപോലെ അഭിനയിച്ച ബ്ലഡിനെ ഒരു തോഴി കണ്ടപ്പോൾ അവൾ ഭയന്ന് വേഗത്തിൽ ഓടിമറഞ്ഞു. കാവൽക്കാർ വരുന്നതിനു മുൻപ് കൃത്യം നിർവഹിക്കാൻ തിടുക്കപ്പെട്ട അവൻ നേരെ പോയത് ക്വീൻ ഹെലേനയുടെ ഇരുണ്ട മുറിയിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ചീസ് അവളുടെ കഴുത്തിൽ മൂർച്ചയേറിയ ഒരു കത്തിവെച്ച് നിൽക്കുന്നത് അവൻ കണ്ടു. ആൺകുട്ടി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ അത് കാണിച്ചുതരാൻ ഹെലേനയോട് അവർ ക്രൂരമായി ചോദിച്ചു. അവൾ തന്റെ വിലപിടിപ്പുള്ള മാല നൽകി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി അവൾ ജെഹറിസിനെ ചൂണ്ടിക്കാണിച്ചു. അവൾ കള്ളം പറയുകയാണെന്ന് ബ്ലഡ് ആദ്യം കരുതിയെങ്കിലും അത് സത്യമാണെന്ന് ചീസ് മനസ്സിലാക്കി. അവർ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് നീങ്ങിയ തക്കത്തിൽ തന്റെ മകളെയുമെടുത്ത് അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വേഗത്തിൽ ഓടി. അവൾക്ക് പിന്നിലായി ആ കൊലയാളികൾ ഉറക്കമുണർന്ന് നിലവിളിച്ച ആ പിഞ്ചുകുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ച് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയും ആ കുരുന്നിന്റെ തല വെട്ടിയെടുക്കുന്ന ഭയാനകമായ ശബ്ദം ആ ഇടനാഴിയിൽ പ്രതിധ്വനിക്കുകയും ചെയ്തു. ഹൃദയം പിളരുന്ന ആ കാഴ്ച കണ്ട് പൂർണ്ണമായും തളർന്നുപോയ ഹെലേന ഇരുളടഞ്ഞ ആ കോട്ടയിലൂടെ തന്റെ അമ്മയുടെ മുറി ലക്ഷ്യമാക്കി ഓടി. അവിടെ എത്തിയപ്പോൾ ആലിസന്റും ക്രിസ്റ്റൻ കോളും തമ്മിലുള്ള രഹസ്യബന്ധം കണ്ട് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൾ തറയിലേക്ക് വീണുകൊണ്ട് അവർ ആൺകുട്ടിയെ കൊന്നു എന്ന് ഹൃദയഭേദകമായ ശബ്ദത്തിൽ പറഞ്ഞു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.